ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ കുഞ്ഞു വ്ളോഗ്സ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം സൈസിൽ പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഒന്ന് മസാലയൊക്കെ ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയിലോട്ട് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മാറ്റിയിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡിൻ്റെ പൊടി വേണം. അപ്പോൾ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് അതോടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് സവാളക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച പൊട്ടാറ്റോ നമുക്കൊന്ന് ഉടച്ചിട്ട് നമ്മുടെ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് കൊണ്ട് ഓരോ ദോശകളായിട്ട് നമ്മളൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഒരു 1/2 വേവിൽ നമുക്കൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഓരോന്നായിട്ട് നമ്മൾ ചുട്ടിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയുടെ നടുവിലായിട്ടും കുറച്ച് മസാല വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് റോൾ ചെയ്തിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കുറച്ച് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ നമ്മൾ റോൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ റോളും ഇങ്ങനെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഹെൽത്തി ആയിട്ട് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ എല്ലാവരും മറക്കാതെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.